ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധനായ പാമ്പാടി തിരുമേനി 1885 ഏപ്രിൽ മാസം 5-ാം തീയതി പൂജാതനായി. 1965 ഏപ്രിൽ മാസം 5-ാം തീയതി ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി. ജനന ദിവസം തന്നെ അദ്ദേഹത്തിന്റെ മരണദിവസം സംഭവിച്ചു എന്നത് പാമ്പാടി തിരുമേനിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ലോകചരിത്രത്തിൽ ആംഗലേയ സാഹിത്യത്തിൽ മഹാനായ വില്യം ഷേക്സ്പിയർ മാത്രമാണ് ജനിച്ച അതേ ദിവസം ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞത്. നമ്മുടെ പുരാതന പാരമ്പര്യം, പ്രത്യേകിച്ച് സുറിയാനി പാരമ്പര്യത്തിൽ ജനന ദിവസം മരണദിവസമാകുന്നത് കാലസമ്പൂർണതയുടെയും വലിയ ദൈവനിയോഗത്തിന്റെയും വിശുദ്ധ ജീവിതത്തിന്റെയും വളരെ ശ്രേഷ്ഠമായ തലമായി പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു. പരിശുദ്ധനായ ഗീവർഗീസ് ദ്വിതീയൻ ബാവ തിരുമേനി കാതോലിക്ക ബാവ ആയതിനു ശേഷം അദ്ദേഹം ആദ്യം മെത്രാപ്പൊലീത്തയായിട്ട് പട്ടം നൽകിയത് പരിശുദ്ധനായ പാമ്പാടി തിരുമേനിക്കാണ്. തിരുമേനി ഗീവർഗീസ് ദ്വിതീയൻ ബാവയെ പോലെയും പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയെ പോലെയും പരിമല തിരുമേനിയിൽ നിന്ന് പ്രാപിച്ച മലങ്കര സഭയുടെ വിശുദ്ധ ജീവിതത്തിന്റെ പാരമ്പര്യം കെടാതെ സൂക്ഷിച്ച ഈ കാലഘട്ടത്തിലെ സന്യാസി ശ്രേഷ്ഠനാണ്. പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ ജീവിതം സമഗ്രമായി വിശദീകരിച്ചാൽ അദ്ദേഹത്തിൽ നിഴലിക്കുന്ന തെളിമയാർന്ന ലളിത ജീവിതം, അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. അദ്ദേഹം ശാന്തനും സൗമ്യനും അതുപോലെ തന്നെ ജീവിതത്തിൽ വിനയം ഒരു കിരീടമായി സ്വീകരിച്ച വ്യക്തിയുമാണ്. സഹപാഠികളോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും അദ്ദേഹം ഇടപെട്ട എല്ലാ മനുഷ്യരോടും സ്നേഹത്തോടും കരുതലോടും എല്ലാറ്റിലും ഉപരി വിനയത്തോടും കൂടി അദ്ദേഹം ഇടപെട്ടു. പൊത്തമ്പുറം മാർ കുറിയാക്കോസ് തേറ അദ്ദേഹത്താൽ സ്ഥാപിതമായ ശ്രേഷ്ഠമായ ആശ്രമ പ്രസ്ഥാനമാണ്. അതിന്റെ തുടക്കവും വളരെ ലളിതമായിരുന്നു. യഥാർത്ഥത്തിൽ കോട്ടയം ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തയായി വിവിധ നിലങ്ങളിൽ തിരുമേനി പ്രശോഭിച്ചു എങ്കിലും തിരുമേനിയുടെ ശ്രേഷ്ഠമായ ജീവിതത്തിന്റെ മനോഹര മാതൃക അദ്ദേഹം പുലർത്തിയ ലാളിത്യവും സ്വഭാവത്തിലെ വിനയവുമാണ്. രണ്ടാമത്, പരിശുദ്ധനായ പാമ്പാടി തിരുമേനി പ്രദർശിപ്പിച്ച ആതിഥേയത്വം, ഹോസ്പിറ്റാലിറ്റി, അത് യഥാർത്ഥത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ ശ്രേഷ്ഠമായ സദ്ഗുണങ്ങളിലൊന്നാണ്. ദൈവം ഇറങ്ങി വസിച്ച കൂടാരമായ പരിശുദ്ധ ദൈവമാതാവ് യഥാർത്ഥത്തിൽ മഹനീയമായ ആതിഥേയത്വത്തിന്റെ മാതൃകയാണ്. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ പിതാവായ അബ്രഹാമും പ്രവാചകന്മാരുമൊക്കെ ആതിഥേയത്വത്തിന്റെ മനോഹര മാതൃകകളാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പ്രതിപാദിക്കുന്ന ഒനേസിമൂസും ആദിമസഭയിലെ അക്കുല്ലായും പ്രിസ്കുല്ലായും ഒക്കെ പ്രസിദ്ധരായത് അവരുടെ ആതിഥേയത്വത്തിലാണ്. പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയും വളരെ ശ്രേഷ്ഠമായ മാതൃക ആതിഥേയത്വത്തിന് നൽകിയിരുന്നു. നമ്മളെ പലരെയും പോലെ ഉന്നതരായ വ്യക്തികളെ സ്വീകരിച്ചു എന്നതല്ല, സമൂഹത്തിലെ നിർധനരായ മനുഷ്യരെയും ബലഹീനരെയും അതിഥികളായി സ്വീകരിച്ച് പരിപോഷിപ്പിക്കുന്ന പാവനമായ സ്വഭാവം പാമ്പാടി തിരുമേനിയുടെ തനിമയായിരുന്നു. മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെയും അതുപോലെ തന്നെ ആർക്കും വേണ്ടാത്ത അനാഥ നായ്ക്കളെയും ഒക്കെ തിരുമേനി സംരക്ഷിച്ചിരുന്നു. തിരുമേനി സർവപ്രപഞ്ചത്തെയും ദൈവത്തിന്റെ തേജസ്സായി കാണുകയും സർവ സൃഷ്ടികളെയും ദൈവത്തിന്റെ വലിയ ശ്രേഷ്ഠമായ സൃഷ്ടിയായി മനസ്സിലാക്കുകയും ചെയ്തു, ആദരപൂർവ്വം ശുശ്രൂഷിച്ചു. അതോടൊപ്പം തന്നെ പൗരസ്ത്യ സന്യാസ ജീവിതത്തിന്റെ മഹനീയ മാതൃകയാണ് പരിശുദ്ധനായ പാമ്പാടി തിരുമേനി. അദ്ദേഹത്തിന്റെ ഓർമ്മ, പ്രത്യേകിച്ച് 1965 ഏപ്രിൽ 5 അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയതിനു ശേഷം 60 വർഷം തികയുന്ന മഹത്തരമായ സമയമാണിത്. തിരുമേനിയുടെ ഓർമ്മ അനുഗ്രഹകരമായി തീരട്ടെ. നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിൽ നാം ആരെ ഓർക്കുവോ അവർ നമ്മോടൊപ്പമുണ്ട്. പരിശുദ്ധനായ പാമ്പാടി തിരുമേനി നമ്മോടൊപ്പം നിന്ന് നമുക്ക് വേണ്ടി, പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം പുലർത്തിയ ലളിത ജീവിതവും സ്വഭാവത്തിന്റെ വിനയവും അതുപോലെ തന്നെ പൗരസ്ത്യ സന്യാസത്വത്തിന്റെ മഹനീയ മാതൃകയും എല്ലാറ്റിലുപരി ആതിഥേയത്വവും നമുക്കും പിന്തുടരാം.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.